ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ സൈലത്തിൽ LMRP റിവിഷൻസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഞാനോർത്തു ഞാൻ എങ്ങനെയാണ് LMRPക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ളൊരു സ്റ്റഡി വ്ളോഗ് എടുക്കാമെന്ന് ഓർത്തു. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന മൊഡ്യൂൾ 4ൻ്റെ വീഡിയോ ആണ്. ബേസിക്കലി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിവിഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഫുൾ നീറ്റിൻ്റെ ചാപ്റ്റേഴ്സിനെ ഒരു 20 മൊഡ്യൂൾസായിട്ട് അവർ ഡിവൈഡ് ചെയ്തിട്ട് 2 ദിവസം പഠിക്കാനും പിന്നെ 3-ാമത്തെ ദിവസം നമുക്ക് എക്സാം, അങ്ങനെയാണ് അവർ റിവിഷൻ നടത്തുന്നത്. അപ്പോൾ ഫുൾ ചാപ്റ്റേഴ്സ് തീരുമ്പോൾ March 26 ഒക്കെ ആവും. പിന്നെ ഏപ്രിലിൽ ഫുൾ മോഡൽസ് ആയിരിക്കും. അങ്ങനെയാണ് ഇപ്പോൾ റിവിഷൻ നടക്കുന്നത്. നിങ്ങൾ സൈലത്തിൽ പഠിക്കുന്നവരാണെങ്കിൽ ഇതുവരെ മോഡ്യൂൾസ് ഒന്നും നന്നായിട്ട് കറക്റ്റായിട്ട് ആ ഓർഡറിൽ പഠിക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ ഇപ്പോൾ തൊട്ട് തുടങ്ങുക, ഇപ്പോൾ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഈ വരുന്ന മൊഡ്യൂൾ, ഇനി നെക്സ്റ്റ് വരുന്ന മൊഡ്യൂൾ നന്നായിട്ട് പഠിക്കുക, എക്സാം അറ്റൻഡ് ചെയ്യുക, അങ്ങനെ പഠിക്കുക. ഇതിപ്പോൾ ഞാൻ എങ്ങനെയാണ് LMRPക്ക് റിവൈസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബേസിക്കലി ഒരു മൊഡ്യൂളിൽ ഓരോ 4 സബ്ജക്റ്റിൻ്റെയും ഓരോ ചാപ്റ്റേഴ്സ് വീതമാണ് ഒരു മൊഡ്യൂളിൽ വരുന്നത്. 2 ഡേയ്സാണ് നമുക്ക് ഒരു മൊഡ്യൂൾ തീർക്കാനായിട്ട് ടൈമുള്ളത്. അപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ എല്ലാവർക്കും ബയോളജിയൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും. ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തൊന്ന് വായിച്ചാൽ മതിയായിരിക്കും. അപ്പം 2 ഡേയ്സിൽ ഫസ്റ്റ് ഡേയിൽ ഞാൻ ബോട്ടണി 4 hours എടുക്കും. സെക്കൻഡ് ഡേയിൽ സുവോളജിയും 4 hours എടുത്ത് പഠിക്കും. എന്നിട്ട് ബാക്കി ടൈമിൽ ഫസ്റ്റ് ഡേയിൽ ഫിസിക്സ് ഒരു 8 hours, സെക്കൻഡ് ഡേയിൽ കെമിസ്ട്രി 8 hours. ഏതാണ് പെട്ടെന്ന് പഠിച്ച് തീരാൻ പറ്റുന്നത്, അപ്പം ഞാനത് ഏതാ പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അത് ആദ്യം പഠിച്ച് അങ്ങനെ തീർക്കും. അപ്പോൾ ഫസ്റ്റ് ഡേയിൽ ഒന്നെങ്കിൽ ബോട്ടണിയും ഫിസിക്സും ആയിരിക്കും, സെക്കൻഡ് ഡേയിൽ സുവോളജിയും കെമിസ്ട്രി ആയിരിക്കും. അങ്ങനെയാണ് ഞാൻ 2 days കൊണ്ടിട്ട് ഒരു മൊഡ്യൂൾ തീർക്കുന്നത്. എന്നിട്ട് തേർഡ് ഡേയിൽ നമുക്ക് അന്നത്തെ എക്സാം, അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് മൊഡ്യൂളിൻ്റെ ഒരു റിവിഷൻ പോലെ ക്ലാസ്സിൽ. അങ്ങനെയാണ് ഞാൻ LMRPക്ക് വേണ്ടി റിവൈസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്കിത് ഹെൽപ്ഫുൾ ആണെങ്കിൽ നിങ്ങൾക്കിത് ട്രൈ ചെയ്യാവുന്നതാണ്. പക്ഷേ ഇത് ഡേ സ്കോളേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്, ഡെയിലി ക്യാമ്പസിൽ വന്ന് എക്സാം എഴുതുന്നവർക്ക് വേണ്ടിയിട്ട്. ഇനി ഓൺലൈൻ ബാച്ച് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ 2 days തന്നെ കിട്ടും, പക്ഷേ എക്സാം ഓൺലൈനിലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ടൈം ക്യാമ്പസിൽ വരണ്ടാത്തതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ ടൈം വീട്ടിലിരുന്ന് പഠിക്കാൻ കിട്ടും. അപ്പോൾ അതിനനുസരിച്ച് പഠിക്കുന്ന അവേഴ്സ് കൂട്ടുക. എന്നിട്ട് നന്നായിട്ട് തന്നെ എക്സാം കറക്റ്റ് ടൈമിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി ഓൺലൈനും അല്ല ഓഫ്ലൈനും അല്ല, സെൽഫ് സ്റ്റഡിയൊക്കെ ഉള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു സ്റ്റഡി ഷെഡ്യൂൾ പോലെ ഇങ്ങനെ ഉണ്ടാക്കി നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കുക. അതായത് ഇത്ര ചാപ്റ്റേഴ്സ് ഇനി ഒരു 2-2.5 മാസമുണ്ട്. അപ്പം ആ ഡേയ്സ് ഡിവൈഡ് ചെയ്ത് ഒരു ചാപ്റ്ററിന് ഇത്ര ഡേയ്സ്, അല്ലെങ്കിൽ 3 ഡേ ഒക്കെ എടുത്തിട്ട് 3 days 4 സബ്ജക്റ്റിൽ നിന്നും ഇത്ര ചാപ്റ്റേഴ്സ് ഞാൻ പഠിച്ചു തീർക്കും എന്നുള്ളൊരു ടൈം ടേബിൾ നിങ്ങൾ തന്നെ ഉണ്ടാക്കിയിട്ട്, ഇനിയാണെങ്കിലും നിങ്ങൾക്ക് അതിനുള്ള ടൈമുണ്ട്, എല്ലാ ചാപ്റ്റേഴ്സും റിവൈസ് ചെയ്യാനുള്ള ടൈമുണ്ട്. അല്ലെങ്കിൽ നമുക്ക് എവിടെ നിന്ന് പഠിക്കണം എന്നുള്ള ഡൗട്ട് വരത്തില്ല. അപ്പം നിങ്ങൾ തന്നെ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ട് അതിനനുസരിച്ച് സെൽഫ് സ്റ്റഡി ആയിട്ടുള്ള സ്റ്റുഡൻസ് അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ നമുക്കൊരു കൺഫ്യൂഷനായിരിക്കും എവിടെ നിന്ന് പഠിക്കണം. എപ്പോഴും ഒരു ടൈം ടേബിൾ ഉള്ളത് നല്ലതായിരിക്കും. ഞാനിപ്പോൾ ഇവിടെ മൊഡ്യൂൾ 4 റീപ്രൊഡക്റ്റീവ് ഹെൽത്താണ് പഠിക്കുന്നത്. അപ്പം ഞാൻ 4 hours ഇപ്പം സുവോളജിക്ക് എടുത്താൽ ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിലൊരു ഷോർട്ട് നോട്ട് ഉണ്ടാക്കും. അതായത് അതിനൊക്കിപ്പം മലയാളം, ഇംഗ്ലീഷ് എനിക്ക് മനസ്സിലാവുന്ന പോലെ എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ടായിരിക്കും ഞാനത് ആ ഷോർട്ട് നോട്ട് ഉണ്ടാക്കുന്നത്. അതായത് എനിക്ക് പിന്നെ അത് വായിക്കുമ്പോൾ മനസ്സിലാവണം. ഒരു 2-3 പേജ്, അതിനപ്പുറം എന്തായാലും പോകത്തില്ല. അപ്പം അങ്ങനെ ഒരു ചെറിയ ഷോർട്ട് നോട്ട് ടെക്സ്റ്റ് മീൻസ് അത് വായിക്കുമ്പോൾ എനിക്ക് ആ ചാപ്റ്റർ മൊത്തം കിട്ടണം. അതുകൊണ്ടൊരു ഷോർട്ട് നോട്ട് പോലെ ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്യാറുണ്ട്. ഇത് ഞാനിപ്പം സൈലത്തിൽ ഓഫ്ലൈൻ അല്ല ഓൺലൈൻ ബാച്ചിൽ പഠിക്കുന്ന പിള്ളേർ, അല്ലെങ്കിൽ സെൽഫ് സ്റ്റഡി പഠിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. നിങ്ങളിപ്പം വേറെ ഏത് സെൻറ്ററിലാണേലും ഇപ്പോൾ നിങ്ങൾക്ക് ഫുൾ മോഡൽസാണ് നടക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് പഠിക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു മോഡൽ കഴിയുമ്പം നിങ്ങൾക്ക് അറിയാമല്ലോ ഏത് ചാപ്റ്ററാണ് നിങ്ങൾ പഠിക്കാത്തതെന്ന്. അപ്പം അത് നെക്സ്റ്റ് മോഡലിൽ അത് കൂടുതൽ പഠിച്ചിട്ട് പോവുക. എന്നിട്ട് നിങ്ങൾ തന്നെ നിങ്ങൾക്കാണ് അറിയാവുന്നത് നിങ്ങൾ എന്തോരം പഠിച്ചിട്ടുണ്ട്, ഏത് ചാപ്റ്റർ നന്നായിട്ട് അറിയാം. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ തന്നെ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക, എന്നിട്ട് പഠിക്കുക. അങ്ങനെ ശ്രമിച്ചു നോക്കുക. ഇതുവരെയും സ്റ്റാർട്ട് ചെയ്യാത്തവരാണെങ്കിൽ, അതായത് അവിടെ നിന്നൊക്കെ ചെറുതായിട്ടറിയാം അങ്ങനെയൊക്കെ വിചാരിക്കുന്നവരാണെങ്കിലും നിങ്ങൾക്ക് ഇനിയും പറ്റും. അതായത് ഇനി എൻ്റെ കയ്യിൽ 2.5 മാസം കൂടെ ഉണ്ടല്ലോ, ഇനി എപ്പോഴേലും പഠിക്കാം എന്ന് വിചാരിക്കാതെ ഇനിയും ഒരു 2.5 മാസം കൂടെ ഉണ്ട്. അപ്പം വേണമെങ്കിൽ എനിക്കൊന്ന് ട്രൈ ചെയ്താൽ കിട്ടും എന്ന് നിങ്ങൾ ചിന്തിച്ച് ഒരു നല്ല ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഉറപ്പായിട്ട് നിങ്ങളെ കൊണ്ട് പറ്റും. പക്ഷേ ഇനി അങ്ങനെ മുന്നോട്ട് മാറ്റി വെക്കാതെ ഇപ്പോൾ സൈലത്തിലുള്ളവരാണെങ്കിൽ ഇനിയുള്ള മൊഡ്യൂൾസ് കറക്റ്റായിട്ട് പഠിച്ച് കറക്റ്റായിട്ട് പോവുകയാണെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റും.
മെയിനായിട്ട് നീറ്റിൻ്റെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇനി കറക്റ്റ് 3 hours എക്സാമിന് കാണത്തുള്ളൂ, 180 minutes കറക്റ്റ്. അതിൽ തന്നെ നമുക്ക് ഏറ്റവും ആശ്വാസമായിരുന്നായിരുന്നു എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇനി അതില്ല. കറക്റ്റ് 45 കെമിസ്ട്രി, ഫിസിക്സ്, 90 ക്വസ്റ്റ്യൻസ് ബയോളജി. അത് കറക്റ്റായിട്ട് അവർ അപ്ഡേറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി കറക്റ്റ് ടൈമും കറക്റ്റ് ക്വസ്റ്റ്യൻസും ഉള്ളപ്പോൾ നമുക്കൊരു ഇതില്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ എഴുതാം അങ്ങനൊരു ചാൻസ് ഒന്നുമില്ല. എഴുതുവാണെങ്കിൽ അത് കറക്റ്റ് ആക്കുക എന്നൊരു ഓപ്ഷൻ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. ടൈമും കുറവാണ്. അപ്പം ആ കറക്റ്റ് ടൈമിനുള്ളിൽ നമുക്ക് ചെയ്യണമെങ്കിൽ നിങ്ങളിപ്പോഴേ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല എന്ന് മൈൻഡിൽ വെക്കുക, അതനുസരിച്ച് പഠിക്കുക, അങ്ങനെ പ്രിപ്പയർ ചെയ്യുക. കാരണം ഒരു ക്വസ്റ്റ്യൻ പോയി കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ വേറെ ക്വസ്റ്റ്യൻ അവിടെ ഇല്ല. സോ കറക്റ്റ് ടൈം കറക്റ്റ് ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അപ്പം അതുപോലെ അതനുസരിച്ച് പഠിക്കുക. ഇനി അറിയാത്തവരാണെങ്കിൽ അത് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ക്വസ്റ്റ്യൻസ് ഒന്നും എക്സ്ട്രാ ഇല്ല. അപ്പം നല്ലപോലെ അതനുസരിച്ച് പ്രിപ്പയർ ചെയ്യുക. ഇതേ ഇപ്പം നീറ്റിൻ്റെ രജിസ്ട്രേഷൻ ടൈമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് മിനിറ്റിലേക്ക് വെക്കാതെ എല്ലാവരും ഇപ്പം തന്നെ എല്ലാം ചെയ്ത് ക്ലിയർ ചെയ്യുക. February 7 തൊട്ട് March 7 വരെയാണ് നമുക്ക് രജിസ്ട്രേഷൻ ടൈം തന്നിരിക്കുന്നത്. അപ്പോൾ ടൈം ഉണ്ടല്ലോ എന്നും പറഞ്ഞിരിക്കാതെ ഇപ്പം തന്നെ പോയി രജിസ്റ്റർ ചെയ്യുക. പിന്നെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, ഫോട്ടോ എടുക്കൽ, അങ്ങനെ കുറേ പരിപാടികളുണ്ടല്ലോ. അപ്പോൾ മിസ്റ്റേക്സ് ഒന്നും വരുത്താതെ എല്ലാം കറക്റ്റായിട്ട് ചെയ്യുക. ഇപ്പം തന്നെ പോയി എല്ലാം കറക്റ്റായിട്ട് രജിസ്റ്റർ ചെയ്യുക. ഞാനിപ്പോൾ ഈ വ്ളോഗ് അപ്ലോഡ് ചെയ്യുന്ന നെക്സ്റ്റ് ഡേ തൊട്ട് നമുക്കിനി 79 days ഉണ്ട് നീറ്റിന് വേണ്ടിയിട്ട്. സോ നന്നായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പറ്റും. അത് നിങ്ങൾ മെയിനായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് അത്യാവശ്യം അറിയാം എന്നുള്ള ചാപ്റ്റേഴ്സൊക്കെ ലാസ്റ്റിലേക്ക് വെച്ച്, അറിയത്തില്ല എന്ന് പറഞ്ഞ് മാറ്റി മാറ്റി വെച്ചേക്കുന്ന കുറേ ചാപ്റ്റേഴ്സാണ്. അതൊക്കെ ഇപ്പം നല്ലപോലെ ക്ലിയർ ചെയ്ത് ആ ഡൗട്ട്സ് ഒന്നും ഇല്ലാതെ ക്ലിയർ ചെയ്ത് വിടുക. എന്നിട്ട് നിങ്ങൾ മെയിനായിട്ട് ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പറ്റും. ടെൻഷനൊന്നും അടിക്കാതെ കൂളായിട്ടിരുന്ന് പഠിക്കുക. എന്തായാലും നമ്മുടെ NCERTക്ക് അകത്തുനിന്നേ ക്വസ്റ്റ്യൻസ് വരത്തുള്ളൂ. അപ്പം നന്നായിട്ട് അത് പ്രിപ്പയർ ചെയ്യുക, അത്രേ ഉള്ളൂ. അല്ലാതെ ടെൻഷനൊന്നും അടിക്കേണ്ട ആവശ്യമില്ല. ഇനി ക്വസ്റ്റ്യൻസ് എക്സ്ട്രാ ഇല്ല, സെക്ഷൻ ബി ഇല്ല എന്നോർത്തൊന്നും ടെൻഷൻ അടിക്കേണ്ട. കറക്റ്റായിട്ട് ടൈമിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യണം ആ എക്സാം. 180 minutesൽ 180 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് ഇപ്പം അതൊക്കെ ചെയ്യാൻ ശ്രമിച്ച് നോക്കണം. അതൊക്കെ കറക്റ്റായിട്ട് പറ്റുന്നുണ്ടോ എന്ന് ശ്രമിക്കണം. പിന്നെ മെയിനായിട്ട് ക്വസ്റ്റ്യൻസ്, ഫിസിക്സിൻ്റെ കെമിസ്ട്രിയുടെ ഒക്കെ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കണം. ചെയ്ത് ഇഷ്ടംപോലെ നീറ്റിൻ്റെ പഴയ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്ത് ആ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ ചെയ്ത് പഠിക്കുക. പിന്നെ ബയോളജി ആണെങ്കിലും നന്നായിട്ട് വായിക്കുക. എക്സാമ്പിൾസ് ആണെങ്കിലും എല്ലാ സംഭവങ്ങളും വായിച്ച് അങ്ങനെ ഇഷ്ടംപോലെ വായിക്കുക ബയോളജി. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വ്ളോഗ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ പോയിട്ട് ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. അപ്പം സൈലത്തിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ്, നിങ്ങൾക്ക് ഓൾറെഡി ഒരു മൊഡ്യൂളുണ്ട്, 2 days പഠിക്കാനും ഉണ്ട്. ഇതിൽ നിങ്ങൾ ഉഴപ്പാതെ കറക്റ്റായിട്ട് പഠിക്കാമെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് കറക്റ്റായിട്ട് പഠിച്ചു പോവുക. ഇപ്പോൾ വേറെ സെൻറ്ററിൽ ഫുൾ മോഡൽസൊക്കെ നടക്കുന്നതുണ്ടല്ലോ, അങ്ങനെയുള്ളിടത്ത് നിങ്ങൾ തന്നെ ടൈം ടേബിൾ സെറ്റ് ചെയ്യുക, എന്നിട്ട് പഠിക്കുക, നല്ലപോലെ പഠിക്കുക. എല്ലാവരും ടൈം ടേബിൾ സെറ്റ് ചെയ്ത് പഠിക്കുക. അത്രയൊക്കെ ഉള്ളൂ. പിന്നെ നീറ്റ് രജിസ്റ്റർ ചെയ്യുക. പിന്നെ ഇന്ത്യയുടെ അപ്ഡേറ്റ്സ് വന്നു കഴിഞ്ഞാൽ അതെന്തായാലും ശ്രദ്ധിക്കുക. അതെന്താ അവർ പറഞ്ഞേക്കുന്നത്, ഒരു അപ്ഡേറ്റ് വന്നു അല്ലാതെ അവരെന്താ പറഞ്ഞേക്കുന്നതെന്ന് നിങ്ങളെന്തായാലും അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ച് കറക്റ്റായിട്ട് ക്വസ്റ്റ്യൻസ് 180 minutesൽ നിങ്ങൾക്ക് 180 ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അതൊക്കെ ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻസൊക്കെ കൂടുതലായിട്ട് ഇപ്പം ചെയ്തു തുടങ്ങുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നമുക്കിനി നെക്സ്റ്റ് സ്റ്റഡി വ്ളോഗിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.